ഇവിടെ വന്ന് മെമ്പറെ തിരയുമ്പോൾ അവർ പറയുന്നൊരു പേരുണ്ട്, അവരുടെ സ്വന്തം മൈഡിയ. ചെരുപ്പിടാതെയുള്ള ഹരിദാസിന്റെ യാത്ര ആരംഭിച്ചിട്ട് അരനൂറ്റാണ്ട് പിന്നിടുന്നു. അന്നു തൊട്ട് ഇന്നുവരെയുള്ള അദ്ദേഹത്തിന്റെ യാത്രകൾക്ക് കൂട്ടായി ഒരു തുരുമ്പിച്ച സൈക്കിൾ ഉണ്ട്. കലവൂർ സ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കെ വാങ്ങിച്ചതാണ് ആ സൈക്കിൾ. കാലം ഇത്ര പിന്നിടുമ്പോഴും അതേ സൈക്കിളിൽ ചെരുപ്പിടാതെ അദ്ദേഹം 15 കിലോമീറ്ററോളം സഞ്ചരിക്കാറുണ്ട്. ആദ്യമായിട്ട് കിട്ടുന്നൊരു വാഹനം സൈക്കിളാണ്. അപ്പോൾ അതുകൊണ്ട് കൊച്ചുനാൾ മുതലേ സൈക്കിളിൽ സഞ്ചരിച്ച് നമ്മുടെ പ്രദേശത്തിൻ്റെ മിക്കവാറും ഭാഗങ്ങളിലും ഇടറോഡുകളും എല്ലാം സൈക്കിളിൽ സഞ്ചരിച്ച് അന്ന് മുതലേ എനിക്കൊരു സൈക്കിൾ കമ്പമാണ്. വേറൊരു വാഹനം പഠിക്കാമെന്ന് ഓർത്തിട്ടും വേണ്ട, സൈക്കിൾ മതിയെന്ന് തന്നെ തീരുമാനിച്ച് ഞാൻ ബൈക്ക് പഠിക്കാനൊക്കെ പോയതാണ്. എന്നിട്ടും ഞാൻ ബൈക്ക് പഠിച്ചില്ല. പഠിക്കാഞ്ഞത് സൈക്കിളാണ് ഏറ്റവും നല്ല വാഹനം എന്നുള്ളത്. അപകടം കുറഞ്ഞ വാഹനം, ജനകീയമായ വാഹനം, സൈക്കിളിൽ പോകുമ്പോൾ രണ്ടുപേരോടാണെങ്കിലും സംസാരിക്കാം. അങ്ങനെ ഞാൻ സൈക്കിളിനെ പ്രിയപ്പെട്ടതായി തിരഞ്ഞെടുത്തതാണ്. പിന്നെ ചെരുപ്പിടാതിരുന്നത് എൻ്റെ അച്ഛന് ചെരുപ്പില്ലായിരുന്നു. അതുകൊണ്ട് അച്ഛൻ ചെരുപ്പില്ലാതെ 101 വയസ്സ് വരെയും ജീവിച്ചു. അപ്പോൾ അച്ഛൻ്റെ ആ ഒരു ഇതും കൂടി ആയപ്പോൾ എനിക്കതൊരു പ്രചോദനമായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെരുപ്പിടാതെ, ചെരുപ്പ് എൻ്റെ ഒരു പ്രിയപ്പെട്ട സ്നേഹിതൻ എനിക്കൊരു ചെരുപ്പ് വാങ്ങി തന്നു. എന്നിട്ട് ഞാനത് സ്നേഹപൂർവ്വം നിരസിച്ച് അങ്ങനെ സൈക്കിള് മാത്രം ചെരുപ്പില്ലാതെ യാത്ര ചെയ്യാം. അദ്ദേഹം തികച്ചും ഒരു പച്ച മനുഷ്യനാണ്. അദ്ദേഹം പാദരക്ഷ ഉപയോഗിക്കില്ല. അതുപോലെ തന്നെ സൈക്കിൾ എന്നെ വയലാറ് വരെ പുറയിലിരുത്തി വയലാറ് വാർഷിക വാരാചരണം നടത്തുന്നതിന് വേണ്ടിയിട്ട് അവിടെ പങ്കെടുക്കുന്നതിൽ എല്ലാ വർഷവും പുള്ളിക്ക് പറ്റുന്ന. ഇപ്പം കഴിഞ്ഞ വർഷം ഞാൻ പോയില്ല. വാഹനത്തെ അല്ലാതെ ഞങ്ങൾ സ്ഥിരമായിട്ട് വയലാറ് പോകുന്നത് സൈക്കിൾ വാഹനത്തിലായിരുന്നു. സാധാരണക്കാരൻ്റെ പ്രതിനിധി എന്ന നിലയിലാണ്, സാധാരണക്കാരൻ്റെ വാഹനം എന്ന നിലയിലാണ് സൈക്കിളിനെ തിരഞ്ഞെടുത്തത്. അതുകൊണ്ടാണ് സൈക്കിൾ മരിക്കും വരെ കാലിന് പൊങ്ങി സൈക്കിൾ ചവിട്ടാൻ കഴിയുന്നിടത്തോളം കാലം സൈക്കിളെ ഞാൻ ഉപയോഗിക്കുള്ളൂ. അതാണ് എൻ്റെ ഒരു തീരുമാനം. മൈഡിയർ എന്ന പേര് കിട്ടുന്നത് പുള്ളിയുടെ ഏറ്റവും ഒരു സ്നേഹിതനുണ്ടായിരുന്നു. ആ സ്നേഹിതൻ ഇപ്പോൾ ബോംബെയിലെ താമസിക്കുന്നത്. അത് ദിവസവും ഇവിടെ മിക്കവാറും വരുമ്പോൾ മൈഡിയറുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്യും. അതുപോലെ ദിവസവും ഫോണിലൂടെ അവർ എല്ലാ ദിവസവും ബന്ധപ്പെടാറുണ്ട്. അങ്ങനെയാണ് മൈഡിയർ എന്ന് പേര് കിട്ടിയത്. ഈ നാട്ടിൽ മുഴുവൻ മൈഡിയർ എന്ന് പറഞ്ഞാലേ അറിയപ്പെടുകയുള്ളൂ. മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ നിന്നും ക്യാമറമാൻ ജിത്തുവിനൊപ്പം ശരണ്യ, KMCN ന്യൂസ്.